രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ ആദ്യ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവതയെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും വീഡിയോ ചെയ്തെന്നാണ് കേസ്. നേരത്തെ ഇതേ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തതിലൂടെ അന്നത്തെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നും പരാതിയിലുണ്ട്. എന്നാൽ താൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകൾ തന്റെ അഭിപ്രായം മാത്രമാണ് ആണെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. കേസിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി ഇന്ന് തേടും. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ ആദ്യ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. അതിജീവതയെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും വീഡിയോ ചെയ്തു എന്നാണ് ഇത്തരത്തിൽ യുവതി നൽകിയിരിക്കുന്ന ഒരു കേസ്. നേരത്തെ ഇതേ പരാതിയിൽ തന്നെ റിമാൻഡിലായിരുന്നു രാഹുൽ ഈശ്വർ. ഇത്തരത്തിൽ വീഡിയോ ചെയ്തതിലൂടെ അന്നത്തെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുമൊക്കെ ഇപ്പോൾ കൊടുത്ത ഒരു പരാതിയിലുണ്ട്. എന്തായാലും താൻ ജാമ്യ വ്യവസ്ഥകളൊന്നും ലംഘിച്ചിട്ടില്ലെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകൾക്ക് തൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നതെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. എന്തായാലും കേസിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി ഇന്ന് തേടും. അതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നാണ് സമർപ്പിക്കുക.